الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാഹയുടെ അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഗ്രന്ഥത്തിൽ നിന്നും കിതാബു സ്വലാത്താണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഐച്ഛികമായ നമസ്കാരങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. ഇനി ഇതിൽ പറയുന്ന ഐച്ഛികമായ നമസ്കാരം ബാബുൻ ഫി തതവ്വുഇൽ മുത്ലഖ്, നിരുപാധികമുള്ള സുന്നത്ത് നമസ്കാരം, നഫിൽ നമസ്കാരം, അതിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞത് ദുഹ നമസ്കാരം, അതേപോലെ തന്നെ റവാത്തിബ് നമസ്കാരങ്ങൾ, രാത്രിയിലെ വിത്ർ നമസ്കാരം, തറാവീഹ് നമസ്കാരം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി മുത്ലഖായ നിരുപാധികമുള്ള സുന്നത്ത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. മുസന്നിഫ് പറയുന്നു, റവാ അഹ്ലുസ് സുനനി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇൽ അയ്യു സ്വലാത്തി അഫ്ളു ബഅദൽ മക്തൂബ ഖാൽ അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ഫർളായ നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നമസ്കാരം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ ഇരുളിൽ അർദ്ധരാത്രിയിൽ നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇത് വിത്ർ നമസ്കാരത്തെ സംബന്ധിച്ചല്ല, രാത്രിയിൽ നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഒരാൾക്ക് രാത്രി നമസ്കരിക്കാൻ തോന്നി അവൻ നമസ്കരിക്കാം. അത് എന്താണ്, പ്രത്യേകമായ ഏതെങ്കിലും ദുഹ നമസ്കാരം പോലെ അങ്ങനെ പേര് പറയുന്നില്ല, രാത്രി നമസ്കാരം എന്നുള്ളതാണത്. മറ്റൊരു ഹദീസിൽ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ലൈലത്തി ലസാഅ, രാത്രിയിൽ ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ. ആ സമയത്തോട് ഏതെങ്കിലും ഒരു മുസ്ലിം യോജിച്ചു വരുന്നില്ല അവൻ്റെ ചോദ്യം, അതായത് ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ നല്ല കാര്യങ്ങൾ അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ സമയവുമായി യോജിച്ചു വരുന്നില്ല, ഇല്ല ആതഹു ഇയ്യാ, അള്ളാഹു അതവന് കൊടുത്തിട്ടല്ലാതെ. വദാലിക കുല്ല ലൈല, എല്ലാ രാത്രിയിലും അതുകൊണ്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട്. ആ സമയത്ത് ഏതൊരു മുസ്ലിമാണോ അവൻ്റെ ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ നന്മകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ആ സമയവുമായി ഇവൻ്റെ ചോദ്യം യോജിച്ചു വന്നാൽ അള്ളാഹു അതവന് കൊടുക്കും എന്നാണ്. എല്ലാ രാത്രികളിലും വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു ഫളലാണത്. രാത്രിയിൽ എന്ത് ചെയ്യുക, നമസ്കരിക്കുക, ദുആ ചെയ്യുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, രാത്രിയിലെ നമസ്കാരം നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങൾ അനിവാര്യമായും ചെയ്യണം. കാരണം ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലക്കും, നിങ്ങളുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ വഴിയാണത്. മുൻഗാമികളായ അമ്പിയാക്കളും അവരിലെ നല്ല സ്വാലിഹീങ്ങളായ ആളുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, രാത്രി നമസ്കരിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളും രാത്രി നമസ്കരിക്കണം. വഹുവ ഖുർബത്തുൽ ലക്കും ഇലാ റബ്ബിക്കും വമഗ്ഫറത്തുൻ ലിസ്സയ്യിആത് വമൻഹാത്തുൻ അനിൽ ഇസ്മി, അത് നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങളെ അടുക്കാനുള്ള സന്ദർഭമാണത്, മാർഗമാണത്. നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നതിന് വേണ്ടിയിട്ടുള്ള നിശ്ചയിക്കപ്പെട്ടതാണ്. അതുപോലെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ തടുക്കാനും ശേഷിയുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ധാരാളം ഗുണങ്ങളുണ്ട്. അത് മുൻഗാമികളായ സ്വാലിഹീങ്ങളെല്ലാം ചെയ്ത ഒരു മാർഗമാണ്. അള്ളാഹുവിലേക്ക് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് മുഖേന പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എന്ത് ചെയ്യും, അത് മുഖേന സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ അങ്ങനെ നമസ്കരിക്കുന്നവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. വിശ്വാസികളായ സജ്ജനങ്ങളായ ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അവർ ദുനിയാവിൽ വെച്ച് ഇഹ്സാനോടെ മുഹ്സിനായിക്കൊണ്ട് ജീവിച്ച ആളുകളാണ്. രാത്രിയിൽ വളരെ കുറച്ച സമയമല്ലാതെ അവർ ഉറങ്ങൂല. അവർ അധികവും എന്താണ് ചെയ്യുക, ഇബാദാത്തുകളിലായിരിക്കും. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സഹറിൻ്റെ ഇടയത്താഴത്തിൻ്റെ സമയങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരാണ് ആഖിറത്തിൽ വലിയ പ്രതിഫലത്തിന് അർഹരാകുന്ന മുഹ്സിനീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം. മറ്റൊരായത്തിൽ ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഅ,
വിശ്വാസികളായ നല്ലവരായ ആളുകൾ അവരുടെ പാർശ്വങ്ങൾ കിടപ്പറയിൽ നിന്ന് അകന്നുപോകും. അതായത് കിടപ്പറയിൽ നിന്ന് അവർ എഴുന്നേൽക്കും. എന്നിട്ട് യദുഊന റബ്ബഹും, അവർ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഖൗഫൻ വതമഅ, ഭയപ്പാടോടെയും പ്രതീക്ഷയോടെയും കൂടി അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയ റിസ്ഖിൽ നിന്ന് അവരെന്ത് ചെയ്യും? ചെലവഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും, അവർക്ക് വേണ്ടി നാം മറച്ചു വച്ചിരിക്കുന്നതിനെ ആർക്കും അറിയില്ല. എന്താണ് നാം അവർക്ക് വേണ്ടി ഗോപ്യമായി വച്ചിരിക്കുന്ന പ്രതിഫലം? മിൻ ഖുർറത്തി അയുനി ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ഈ പ്രവർത്തനത്തിന് പ്രതിഫലമായിക്കൊണ്ട് കൺകുളിർമയേകുന്ന എന്ത് പ്രതിഫലമാണ് നാം അവർക്ക് ഗോപ്യമായി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്ന് ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ വളരെ വിലമതിക്കാനാകാത്ത പ്രതിഫലം അല്ലാഹു എന്ത് ചെയ്യും? അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വന്നുസൂസു ഫീ ദാലിക കസീറത്തുൻ, ഇതിൽ ഇങ്ങനെയുള്ള ഖുർആനിൻ്റെ ആയാത്തുകളും ഹദീസുകളും ധാരാളമുണ്ട്. തദുല്ലു അലാ ഫദ്ലി ഖിയാമിൽ ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് അറിയിക്കുന്ന ഹദീസുകൾ. അതുകൊണ്ട് ഫത്തതവ്വുഉൽ മുത്ലഖു അഫ്ളലുഹു ഖിയാമുൽ ലൈൽ, അപ്പോൾ നിരുപാധികമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? രാത്രിയിൽ ഇങ്ങനെ നമസ്കരിക്കുക എന്നുള്ളതാണ്. രാത്രിയിലുള്ള നമസ്കാരമാണ്. കാരണം അതിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. ലിഅന്നഹു അബ്ലഗു ഫിൽ ഇസ്റാർ, അത് അങ്ങേയറ്റം രഹസ്യമായി നിർവഹിക്കപ്പെടുന്നതായിരിക്കും. ആരും അറിയാതെ, ആരും കാണാതെ രഹസ്യമായി അള്ളാഹുവിനോട് തനിച്ച് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ പറയുന്ന രഹസ്യമായ സന്ദർഭമാണത്. അങ്ങനെ രഹസ്യമായ ജീവിതത്തിൽ ആർക്കെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, അവനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അത് വലിയ കാര്യമാണ്. അഖറബു ഇലൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ലഭിക്കാൻ ഏറ്റവും അടുപ്പമുള്ള കാര്യവുമാണത്. വലിയന്നഹു വഖ്തു ഗഫലത്തിന്നാസ്, കാരണം ജനങ്ങളെല്ലാം അശ്രദ്ധയിൽ കിടന്നുറങ്ങുന്ന സമയമാണത്. എല്ലാവരും അശ്രദ്ധയിലായിരിക്കെ ഒരാൾ എന്ത് ചെയ്താൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വലിയ ശ്രേഷ്ഠതയാണ്. അത് ഉലമാക്കൾ ധാരാളം സന്ദർഭങ്ങൾ എണ്ണി പറയുന്നത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടം വലിയ രീതിയിൽ ഫിത്നകൾ വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്ത് ചെയ്യുന്നു? ദീനിന് വേണ്ടിയിട്ട് പണിയെടുക്കുകയും അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയും അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ പ്രതിഫലത്തിന് അർഹമായിരിക്കുമെന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. വലിമാ ഫീഹി മിൻ ആസാരി ത്വാഅത്തി മിൻ ഈസാരി ത്വാഅത്തി അല നൗമി വറാഹ, മാത്രമല്ല സുഖമായി കിടന്ന് പുതച്ചുറങ്ങാൻ സാധിക്കുമായിരുന്നു മനുഷ്യർക്ക്. നിർബന്ധമാക്കപ്പെട്ട നമസ്കാരമൊന്നുമല്ല, വളരെ സുഖകരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. പക്ഷേ ആ ഉറക്കത്തേക്കാൾ, അവിടെ വിശ്രമിക്കുന്നതിനേക്കാൾ ഇവൻ എന്ത് ചെയ്തു? പ്രാധാന്യം കൊടുത്തത്, മുൻഗണന കൊടുത്തത് അള്ളാഹുവിനുള്ള ഈ ഇബാദത്തിനാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. വയുസ്തഹബ്ബു തനഫ്ഫുലു ബിസ്സലാത്തി ഫീ ജമീഇൽ ഔഖാത്തി, അപ്പോൾ ഇങ്ങനെ നിരുപാധികമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏതാണ്? രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് നമസ്കരിക്കലാണ്. എന്നാൽ എല്ലാ സമയങ്ങളിലും ഇങ്ങനെ നഫിൽ നമസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ്. എപ്പോഴൊഴികെ ഗൈറ ഔഖാത്തിൻ നഹി, നമസ്കാരം പാടില്ല എന്ന് നിരോധിച്ച ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലൊഴികെ, അത് ഏതാണെന്ന് ശേഷം ഇൻഷാ അല്ലാഹ് വിവരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലൊഴികെ ബാക്കി ഏത് സമയത്തും എന്ത് ചെയ്യാം? ആർക്കും നമസ്കരിക്കാം. വസ്വലാത്തുൽ ലൈലി അഫ്ളലു മിൻ സ്വലാത്തിൻ നഹാർ, പകലിൽ അങ്ങനെ നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഈ പറഞ്ഞ രാത്രി നമസ്കാരമാണ്. ലിമാ സബഖ, നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. വഅഫ്ളലു സ്വലാത്തിൽ ലൈലി അസ്സലാത്തു ഫീ സുലുസിൽ ലൈലി ബഅദ നിസ്ഫിഹി, ഇങ്ങനെ രാത്രി നമസ്കരിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല നമസ്കാരം ഏതാ, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ്? നിസ്ഫുൽ ലൈലിന് ശേഷം, രാത്രി അർദ്ധരാത്രിക്ക് ശേഷമുള്ള രാത്രിയുടെ 1/3 അവസാന ഒടുവിലത്തെ 1/3 അതാണ് കൂടുതൽ ശ്രേഷ്ഠമായത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അഹബ്ബു സ്വലാത്തി ഇലല്ലാഹ് സ്വലാത്തു ദാവൂദ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നമസ്കാരം ദാവൂദ് അലൈഹിസ്സലാമിന്റെ നമസ്കാരമാണെന്നാണ്. കാന യനാമു നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി സമയം അദ്ദേഹം എന്ത് ചെയ്യും? ഉറങ്ങും. എന്നിട്ട് വയഖൂമു തുലുസ, എന്നിട്ട് രാത്രിയുടെ 1/3 അർദ്ധരാത്രിക്ക് ശേഷം എന്ത് ചെയ്യും? എഴുന്നേറ്റ് നമസ്കരിക്കും. 1/3. അതിനുശേഷം വയനാമു സുദുസ, രാത്രിയുടെ 1/6 വീണ്ടും എന്ത് ചെയ്യും? കിടന്നിട്ട് വീണ്ടും ഉറങ്ങും. ഇത് ആണ് ദാവൂദ് അലൈഹി വസല്ലമിൻ്റെ രീതി. അപ്പോൾ ഇത് അർദ്ധരാത്രിക്ക് ശേഷമുള്ളതായ സമയത്തുള്ള നമസ്കാരമാണ്. അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. ഇനി ഫകാന യുരീഹു നഫ്സഹു ബിനൗമി അവ്വലൽ ലൈൽ, അപ്പോൾ
രാത്രിയുടെ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നു? ഉറങ്ങി ശരീരത്തിന് ആശ്വാസം കൊടുക്കുന്നു, വിശ്രമം കൊടുക്കുന്നു. ثم يقوم في الوقت الذي ينادي الله فيه, എന്നിട്ട് അള്ളാഹു വിളിച്ചു പറയുന്ന സമയത്ത് അവൻ എഴുന്നേൽക്കുന്നു. എന്താണ് അള്ളാഹു വിളിച്ചു പറയുന്നത്? ഹൽ മിൻ സാഇലിൻ ഫഉഅതിയഹു സുഅല, ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ആ ചോദ്യത്തിന് ഞാൻ എന്ത് ചെയ്യും? ഉത്തരം കൊടുക്കും എന്ന് അള്ളാഹു വിളിച്ചു പറയും. അത് ഈ സമയമാണ്. ആ സമയത്ത് അവൻ എഴുന്നേൽക്കുന്നു. ثم ينام بقية الليل في السدس الآخر, എന്നിട്ട് അവസാനത്തെ കുറച്ച് സമയം, രാത്രിയെ 6 ഭാഗിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം, അത് വീണ്ടും കിടന്ന് ഉറങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഖുദറാഹത്ത്, കുറച്ച് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്, ആശ്വാസം കിട്ടാൻ. ഹത്താ യസ്തഖ്ബില സ്വലാത്തൽ ഫജ്രി ബിനശാത്തൻ, അങ്ങനെ ഫജ്ർ നമസ്കാരത്തിന് നല്ല ഉന്മേഷത്തോടെ നിർവഹിക്കാൻ വേണ്ടിയിട്ട്. ഹാദാ ഹുവൽ അഫ്ളൽ വഇല്ലാ ഫല്ലൈലു കുല്ലുഹു മഹല്ലുൽ ഖിയാം, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ഇനി ഒരാൾക്ക് അതിന് സാധിക്കുന്നില്ല, രാത്രി ഏത് സമയത്ത് നമസ്കരിക്കാം. പക്ഷെ രാത്രി നമസ്കാരം തീരെ എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ വിത്തറിൻ്റെ അധ്യായത്തിൽ പറഞ്ഞതാണ്, വിത്തർ നമസ്കരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുവരെയും എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്. വിത്തർ നിരന്തരം നമസ്കരിക്കാത്തവൻ ഫാസിഖാണ്, അവന് സാക്ഷിക്ക് കൊള്ളുകയില്ല എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉലമാക്കൾ സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സമയത്ത് നമസ്കരിക്കാം, ഏറ്റവും നല്ല സമയം ഈ പറഞ്ഞതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, ഖിയാമുൽ ലൈലി മിനൽ മഗ്രിബി ഇലാ തുലൂഇൽ ഫജ്ർ, രാത്രിയിലുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഫജ്റിന്റെ സമയം വരെ എന്ത് ചെയ്യാം, നമസ്കരിക്കാമെന്നാണ്. രാത്രി നമസ്കരിച്ചതിനുള്ള പ്രതിഫലം എന്ത് ചെയ്യും, അവന് ലഭിക്കും. മഗ്രിബിന് ശേഷം ഒരാൾ നമസ്കരിച്ചു, അത് മുതൽ എന്ത് ചെയ്യും, അവന് രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കും എന്നുള്ളതാണ്. വിത്തറാക്കേണ്ടത് ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഫഅലൈഹി ഫന്നാഫിലതു ബൈനൽ ഇശാഇനി മിൻ ഖിയാമിൽ, അതുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ മഗ്രിബ് ഇശാഇന് ഇടയിൽ രാത്രി നമസ്കാരം നിർവഹിക്കാം. ലാകിന്ന തഅഖീറൽ ഖിയാമി ഇലാ ആഖിരിൽ ലൈലി അഫ്ളൽ, എന്നാൽ രാത്രിയുടെ അവസാന സമയത്തേക്ക് അതിന് ചിന്തിക്കലാണത് ശ്രേഷ്ഠതയുള്ളത്. കാരണം അതിന് എന്താണ്, രാത്രിയുടെ അവസാന സമയങ്ങളിൽ നിർവഹിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ, രാത്രിയിൽ അങ്ങനെ എഴുന്നേറ്റ് നമസ്കരിക്കുക. അന്നാശിഅ എന്ന് പറഞ്ഞാൽ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമുള്ള നമസ്കാരത്തിനാണ് അന്നാശിഅ എന്ന് പറയുന്നത്. തഹജ്ജുദ് എന്ന് പറയുന്നത് പോലെ ഉറങ്ങിയതിന് ശേഷം ഉണർന്ന് നമസ്കരിക്കുന്നു. അങ്ങനെ നമസ്കരിക്കുന്ന നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അള്ളാഹു പറഞ്ഞത്. അങ്ങനെ നമസ്കരിച്ചാൽ അത് അവൻ്റെ കാൽപാദത്തിന് നല്ല ശക്തി, നല്ല സ്ഥൈര്യം നൽകും. അതേപോലെ സംസാരം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാൻ അവനക്ക് എന്ത് ചെയ്യും, സാധിക്കുമെന്നെല്ലാം പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നുണ്ട്. വയംബഗി അൻ യൻവിയ ഖിയാമൽ ലൈൽ, അപ്പോൾ രാത്രി നമസ്കാരത്തിന് വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്യൽ, ഞാൻ രാത്രി നമസ്കരിക്കും എന്ന് കരുതൽ അവന് അനിവാര്യമാണ്. ഫയംബഗി ലിൽ മുസ്ലിമി അൻ യജ്അല ലഹു ഹൗവൻ മിൻ ഖിയാമിൽ ലൈൽ, അതുകൊണ്ട് ഒരു മുസ്ലിം രാത്രിയിൽ ഒരു ഭാഗം എന്ത് ചെയ്യണം, നമസ്കാരത്തിന് വേണ്ടിയിട്ട് അവൻ മാറ്റിവെക്കണം. അതിൽ ഒരു ഹൗവ്, ഒരു ഓഹരി അവനുണ്ടാകണം. യുദാവിമു അലൈഹി വഇൻ ഖല്ല, അത് നിരന്തരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും 3 റക്അത്ത് അല്ലെങ്കിൽ 5 റക്അത്ത്, ഇത് എന്ത് ചെയ്യും, നിരന്തരം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അപ്പോൾ ഒരാൾ ഫൈദസ്തൈഖദ ഇഫ്താഖ്, ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ആദ്യം പല്ലേക്കുക, വദഖറല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുക, അങ്ങനെ ഈ ദിക്ർ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉറങ്ങി എഴുന്നേറ്റ് പല്ല് തേക്കുക, അങ്ങനെ ഈ ദിക്റുകൾ പറയും. ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം തന്നെ തലയുടെ ഭാഗത്തു നിന്നുണ്ടാവും മിസ്വാക്ക് ഉണ്ടാവുന്നതാണ്, അതെടുത്ത് പല്ല് തേക്കുമായിരുന്നു. ഉറങ്ങി ഉണർന്നാൽ ആദ്യം തന്നെ അത് ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നെ ദിക്ർ ചെയ്യുക. വയഖൂൽ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ എന്ന് പറയുക. മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ചവനാണ് അല്ലാഹു, അങ്ങനെയുള്ള അല്ലാഹുവിനാണ് എല്ലാവിധ സ്തുതികളും, അവനിലേക്കാണ് മടങ്ങിച്ചെല്ലേണ്ടത്. അൽഹംദുലില്ലാഹി അല്ലദീ റദ്ദ അലയ്യ റൂഹി, എൻ്റെ റൂഹ് എനിക്ക് തിരികെ നൽകിയ അല്ലാഹുവേ, അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. അതേപോലെ ആഫാനി ഫി ജസദി, എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയ, സൗഖ്യം നൽകിയ അല്ലാഹു. വാദിനലി ബിദിക്രി, അള്ളാഹുവിന് ദിക്ർ ചെയ്യാൻ എനിക്ക് അനുമതി നൽകിയ അള്ളാഹുവേ, അവനാണ് സർവ്വസ്തുതിയും. വയുസ്തഹബ്ബു അൻ യസ്തതിഹ തഹജ്ജുദഹു ബിറകഅതൈനി ഖഫീഫത്തൈൻ, ഇങ്ങനെ രാത്രിയിലുള്ള നമസ്കാരം ദീർഘമായി നമസ്കരിക്കാം. അതിൽ ആദ്യത്തെ 2 റക്അത്ത് വളരെ ലഘുവായി നമസ്കരിക്കലാണെന്ത് മുസ്തഹബ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാമ അഹദുക്കും മിനൽ ലൈലി ഫൽയഫ്തതിഹ് സ്വലാതഹു ബിറകഅതൈനി ഖഫീഫതൈൻ. നിങ്ങളിൽ ഒരാൾ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയാണെങ്കിൽ ആദ്യം 2 റക്അത്ത് എന്ത് ചെയ്യുക, ചുരുക്കി നമസ്കരിക്കുക, വളരെ ലഘുവായി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, തുടർന്ന് വലിയ രീതിയിൽ നമസ്കരിക്കുക. വയുസല്ലിമു ഫീ സ്വലാത്തിൽ ലൈലി മിൻ കുല്ലി റക്അതൈൻ. രാത്രിയിലുള്ള നമസ്കാരം ഓരോ 2 റക്അത്തിന് ശേഷം എന്ത് ചെയ്യുക, സലാം വീട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ ലൈലി മസ്നാ വമസ്നാ. രാത്രി നമസ്കാരം എന്ന് പറയുന്നത് ഈ രണ്ട് നമസ്കാരമാണ്. 2 റക്അത്ത് നമസ്കരിക്കുന്നു, സലാം വീട്ടുന്നു, വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കുന്നു. ഇങ്ങനെ എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, അവൻ നമസ്കരിക്കാമെന്നുള്ളതാണ്. മസ്നാ മസ്നാ എന്ന് പറഞ്ഞാൽ റക്അത്താൻ റക്അത്താൻ, 2 റക്അത്ത്. ബിതശഹുദിൻ വതസ്ലീമത്തൈൻ. 2 റക്അത്ത് കഴിയുമ്പോൾ തശഹുദ്, 2 സലാം വീട്ടും, പിന്നെ വീണ്ടും നമസ്കരിക്കുന്നു. ഇങ്ങനെ. അപ്പോൾ ഇത് 2 വീതമാണ്, 4 വീതമല്ല എന്നർത്ഥം. വയംബഗി ഇത്വാലത്തുൽ ഖിയാമി വറുകൂഇ വസുജൂദി. ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ ഖിയാമ് നീട്ടി നമസ്കരിക്കുക, കുറേ നേരം നിൽക്കുക, കുറേ നേരം റുകൂഅ് ചെയ്യുക, കുറേ നേരം സുജൂദ് ചെയ്യുക. ഇതെല്ലാം അനിവാര്യമായ കാര്യമാണ്. അതാണ് മനസ്സ് നല്ല എന്തുണ്ടാവുള്ളൂ, സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ, അവൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടെ കുറേ നേരം അധികം നിൽക്കുക, കുറേ നേരം അങ്ങനെ റുകൂഇൽ കിടക്കുക, കുറേ അധികം സമയം അങ്ങനെ സുജൂദിൽ നല്ല ബോധത്തോടെ നിൽക്കുക. വയംബഗി അൻ യകൂന തഹജ്ജുദുഹു ഫീ ബൈതി. തഹജ്ജുദ് വീട്ടിൽ നമസ്കരിക്കുന്നതാണ് അനിവാര്യത. കാരണം ഉലമാക്കളെല്ലാം ഏകോപിച്ചിട്ടുണ്ട് അല അന്ന സ്വലാത്ത തതവ്വുഇ ഫിൽ ബൈതി അഫ്ളൽ. ഐച്ഛിക നമസ്കാരങ്ങൾ ഏതുമാകട്ടെ അത് വീട്ടിൽ നമസ്കരിക്കലാണെന്ന് ശ്രേഷ്ഠതയുള്ളത്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ ബൈതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വീട്ടിലാണ് നമസ്കരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു ഫീ ബുയൂതിക്കും. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കുക. ഫഇന്ന ഖൈറ സ്വലാത്തിൽ മർഇ ഫീ ബൈതി ഇല്ലൽ മക്തൂബ. ഫർളല്ലാത്ത മറ്റുള്ളതായ നിങ്ങളിലുള്ള നമസ്കാരം അത് വീട്ടിൽ നമസ്കരിക്കലാണെന്ന് നിങ്ങൾക്ക് ഖൈർ എന്നാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് കൂടുതൽ ഇഖ്ലാസ് ഉണ്ടാകാൻ കാരണമാകുന്ന കാര്യമാണ്. ലോകമാന്യതയും മറ്റുമെല്ലാം മാറ്റിവെക്കാൻ സാധിക്കും. വസ്സലാത്തുൻ നാഫിലത്തി ഖായിമൻ അഫ്ളു മിന സ്സലാത്തി ഖായിദൻ ബിലാ ഉദ്രി. ഒരു കാരണവുമില്ലെങ്കിലും സുന്നത്ത് നമസ്കാരം എന്ത് ചെയ്യാം, ഇരുന്ന് നമസ്കരിക്കാം. അതിന് അനുവാദമുണ്ട്. എന്നാൽ അങ്ങനെ ഇരുന്ന് നമസ്കരിക്കാമെങ്കിലും നിന്ന് നമസ്കരിക്കലാണെന്ത് ശ്രേഷ്ഠതയുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ എന്താണ്, മൻ സ്വല്ലാ ഖായിമൻ ഫഹുവ അഫ്ളൽ, അതാണ് ശ്രേഷ്ഠതയുള്ളത്. വമൻ സ്വല്ലാ ഖായിദൻ, ആരെങ്കിലും ഒരു പ്രയാസവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ വെറുതെ ഇരുന്ന് നമസ്കരിക്കുകയാണ് സുന്നത്ത് നമസ്കാരം, എന്നാൽ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിം. നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പ്രതിഫലത്തിൻ്റെ പകുതി എന്തുള്ളൂ, ഇരിക്കുന്നവനുണ്ടാവുകയുള്ളൂ. ഇനി ഒരാൾ എന്ത് ചെയ്തു, ഏതെങ്കിലും കാരണം കൊണ്ട് ഇരുന്ന് നമസ്കരിച്ചു, ഉദുറുള്ള കാരണത്താൽ, എന്നാൽ നിൽക്കുന്നവന് ലഭിക്കുന്ന അതേ പ്രതിഫലം ഇരിക്കുന്നവന് ലഭിക്കുമെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ മരിദുൽ അബ്ദു ഔ സാഫറ. ഒരു മനുഷ്യന് രോഗം വന്നു, അല്ലെങ്കിൽ അവൻ യാത്രയിലായി, എന്നാൽ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹൻ. അവന് നാട്ടിൽ താമസിക്കുമ്പോൾ ഏതെല്ലാം അമലുകൾ നിരന്തരം ചെയ്തിരുന്നോ അതിലേക്ക് പ്രതിഫലം ചെയ്യും, യാത്രയിലും കിട്ടും. ഒരാൾ ആരോഗ്യമുള്ളപ്പോൾ ഏതെല്ലാം പ്രതിഫലങ്ങൾ നന്മകൾ ചെയ്തിരുന്നോ അതിൻ്റെ എല്ലാം പ്രതിഫലം രോഗമായിട്ട് കിടന്നു അമൽ ചെയ്യാൻ സാധിക്കുന്നില്ല, അപ്പോൾ അവർക്ക് കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട്, കുറേ കഴിഞ്ഞ് ആരോഗ്യം നഷ്ടപ്പെട്ടു, ആ സമയത്ത് വിചാരിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുകയില്ല, ചിലപ്പോൾ സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല, ഇരുന്നിട്ട് നമസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ധാരാളം സുജൂദ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. 7 അവയവങ്ങൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. അതിന് സാധിക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഒരാൾ ആരോഗ്യ സമയത്ത് ഇതെല്ലാം കൃത്യമായി നിർവഹിച്ചിരുന്നുവെങ്കിൽ അന്ന് ഇരുന്നാണ് നമസ്കരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇതിന് അതേ പ്രതിഫലം അവർക്ക് എന്ത് ചെയ്യും, ലഭിക്കും. അതല്ല എങ്കിൽ അവൻ ചെയ്യാതിരിക്കുന്ന നന്മയ്ക്കും കിട്ടും. ആരോഗ്യമുള്ളപ്പോൾ കൃത്യമായി എല്ലാം ചെയ്തിരുന്നു, രോഗത്തിലൊന്നും സാധിക്കുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾ കഴിവുള്ളതിനോട് കൂടെ ഒരാൾക്ക് ഇരുന്ന് നമസ്കരിക്കുക എന്നുള്ളത് എന്താണ്, അനുമതിയുള്ള കാര്യമാണ്. വജവാസു തതവ്വുഇ ജാലിസൻ മഅൽ ഖുദ്റത്തി അൽ ഖിയാമി മുജ്മഉൻ അലൈഹി. അതിനകത്ത് അഭിപ്രായമൊന്നുമില്ല. വയഖ്തിമു സ്വലാത്തഹു ബിൽ വിത്ർ. രാത്രിയുള്ള ഈ നമസ്കാരം വിത്ർ കൊണ്ട് എന്ത് ചെയ്യണം, അവൻ അവസാനിപ്പിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നമസ്കാരം രാത്രിയിൽ വിത്റാക്കുമായിരുന്നു, ഒറ്റയാക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുമുണ്ട്. ഇനി ഒരാൾക്ക് രാത്രിയിൽ നിരന്തരം അങ്ങനെ നമസ്കരിക്കുന്ന ഒരാൾക്ക് രാത്രിയിൽ അങ്ങനെ നമസ്കരിക്കാൻ സാധിച്ചില്ല, എന്നാൽ അതിന് അവൻ ഖദാ വീട്ടണം. എപ്പോൾ, ദുഹറിന് മുമ്പായിട്ട് പകലിൽ അതിനെ ഖദാ വീട്ടണം.
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ രാത്രിയിൽ നിരന്തരം നിർവഹിച്ചു കൊണ്ടിരുന്ന അവൻ്റെ ഹിസ്ബ്, അവൻ്റെ ആ അളവ് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഫഖറഅഹു മാ ബൈന സ്വലാത്തിൽ ഫജ്ർ വ സ്വലാത്തിൽ ദുഹർ, ഫജ്റിനും ദുഹറിനും ഇടയിൽ അവൻ നമസ്കരിച്ചാൽ കുത്തിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ, രാത്രി നമസ്കരിച്ചതുപോലെ തന്നെ പ്രതിഫലം ചെയ്യും അവന് നൽകും. ഒരാൾ 10 നമസ്കരിച്ചു കൊണ്ടിരുന്നത് രാത്രിയിൽ 11, അത് തീരെ നമസ്കരിക്കാൻ സാധിച്ചില്ല രാത്രിയിൽ, എന്നാലത് പകൽ നമസ്കരിച്ചു. പകൽ നമസ്കരിക്കുമ്പോൾ 12 നമസ്കരിക്കണം, ഇരട്ടയായിട്ട് നമസ്കരിക്കണം. അപ്പോൾ രാത്രി നമസ്കരിച്ചതിന് അതേ പ്രതിഫലം കിട്ടും. ഒരാൾ നിരന്തരം 11 നമസ്കരിക്കുമായിരുന്നു, പക്ഷേ ഒരു രാത്രിയിൽ 5 നമസ്കരിക്കാൻ സാധിച്ചുള്ളൂ, എന്നാൽ ബാക്കി എപ്പോൾ നമസ്കരിക്കണം? പകൽ നമസ്കരിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് അയ്യുഹൽ മുസ്ലിം ലാ തഹരിം നഫ്സക മിൻ ഖിയാമിൽ ലൈൽ, രാത്രി നമസ്കാരം നീ നിന്റെ നഫ്സിനെ നിഷേധിക്കരുത്, നിന്റെ ശരീരത്തിന് നീ അത് തടയരുത്. നീ എന്ത് ചെയ്യണം? രാത്രി നമസ്കരിക്കണം. വലൗ ബിശൈഇൻ ഖലീലിൻ തുദാവിമു അലൈഹി, വളരെ കുറച്ചാണെങ്കിലും ശരി, 3 റക്അത്താണെങ്കിലും ശരി, അത് നിരന്തരമായിട്ട് ചെയ്യണം. എന്നാൽ ലിതനാല മിൻ സവാബിൽ ഖായിമീന അൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പ്രഭാത സമയത്ത്, സുബഹിന് മുമ്പുള്ളതായ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, രാത്രി നമസ്കരിക്കുന്ന ആളുകളുടെ പ്രതിഫലം നിനക്ക് കരഗതമാകാനാണത്. വറുബ്ബമാ യദ്ഫഉ ബികൽ ഖലീലു ഇലൽ കസീർ, ചിലപ്പോൾ കുറച്ച് തുടങ്ങി അത് നിന്നെ എന്ത് ചെയ്യും? വലിയ രീതിയിൽ നമസ്കരിക്കുന്നതിലേക്ക് എത്തിക്കും. ഇത് അതിൻ്റെ രസം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരാൾ അതിൽ ധാരാളം നമസ്കരിക്കുന്നവർക്ക് പ്രയാസമില്ലാതെയായി മാറും. വല്ലാഹു ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളുടെ പ്രതിഫലത്തെ തള്ളിക്കളയുകയില്ല. ആർക്കും സാധിക്കാവുന്ന കാര്യമാണ്, പക്ഷേ അതിലെന്ത് വേണം? അതിന് ആഗ്രഹം വേണം, അതിന് നല്ല ലക്ഷ്യം വേണം. ലക്ഷ്യമുണ്ടെങ്കിൽ ആർക്കും സാധിക്കും എന്നുള്ളതാണ്. അല്ലാഹു നല്ല രീതിയിൽ നമസ്കാരങ്ങളെ ചിട്ടയോടെ നിർവഹിക്കാൻ നാം അവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.